കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യയിൽ മതപരിവർത്തന ആരോപണത്തിൽ പോലീസ് നടപടി ഉടൻ ഉണ്ടാകില്ല. തെളിവ് ശേഖരണത്തിന് ശേഷം നടപടിയെടുത്താൽ മതി എന്ന തീരുമാനത്തിലാണ് പോലീസ്. പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തി. സുഹൃത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ലാൽ കൃഷ്ണൻ തൊടുപുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ലാൽ, ഈ പ്രത്യേക അന്വേഷണ സംഘം വരുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ നിർബന്ധിത മതപരിവർത്തനം അത് ചുമത്തണോ എന്ന കാര്യത്തിൽ വിശദമായ വിവരശേഖരണത്തിന് ശേഷം മാത്രമേ പോലീസ് അങ്ങനെയൊരു തീരുമാനമെടുക്കുള്ളൂ. നിലവിൽ ചില വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. എങ്ങനെയായിരിക്കും ഇനി പോലീസിന്റെ നീക്കങ്ങൾ, ലാൽ കൃഷ്ണൻ? ഈ കേസിൽ നിർബന്ധിത മതപരിവർത്തനം നടന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് വലിയ രീതിയിൽ രാഷ്ട്രീയ വിവാദങ്ങളടക്കം ഉടലെടുത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രത്യേക ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിലവിൽ റൂറൽ എസ് പിയുടെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 3 IPമാർ, ഇൻസ്പെക്ടർമാർ ഉൾക്കൊള്ളുന്നതാണ് ഈ ടീം. പ്രത്യേകിച്ച് കുട്ടമ്പുഴ ഇൻസ്പെക്ടർ, കോതമംഗലം ഇൻസ്പെക്ടർ, ഇവരെ കൂടാണ്ട് ബിനാനിപുരം, അതായത് ഈ റമീസിൻ്റെ വീടിരിക്കുന്ന സ്റ്റേഷൻ പരിധിയിലെ ഇൻസ്പെക്ടറെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ടീമിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ടീമായിരിക്കും തുടർ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക. അവരുടെ പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾക്ക് പുറമെ ഈ മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ നിയമസംഹിതയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വകുപ്പ് ഇല്ല എന്നുള്ളത് അതിൻ്റെ ശ്രദ്ധേയമായ കാര്യമാണ്. മാത്രമല്ല അത് IPCയിൽ ഒരു സെക്ഷനായിട്ടാണ് വരുന്നത്. അത് മതങ്ങളുമായി ബന്ധപ്പെട്ട ചട്ടക്കൂടുകളുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത് ഏത് രീതിയിൽ ഉൾപ്പെടുത്തണം എന്നത് നിയമോപദേശത്തിന് ശേഷമായിരിക്കും. മാത്രമല്ല ഈ കേസിനകത്ത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടി സ്വയമേ മതം മാറാൻ തയ്യാറായി രംഗത്ത് വന്ന ഒരു പെൺകുട്ടിയാണ്. അവരുടെ വീട്ടുകാർക്കും അതിനകത്ത് മറ്റ് എതിർപ്പുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ റമീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമ്മോറൽ ട്രാഫിക് അടക്കമുള്ള കാര്യങ്ങൾ തെളിയിക്കപ്പെട്ടതിന് ശേഷം, അല്ലെങ്കിൽ ആ കുട്ടി കണ്ടെത്തിയതിന് ശേഷമാണ് മതപരിവർത്തനത്തിൽ നിന്ന് ആ പെൺകുട്ടി പിന്നോട്ട് പോയത്. കൂട്ടുകാരുടെ അടക്കം മൊഴികളിൽ പറയുന്നത് മതപരിവർത്തനം ആവശ്യപ്പെട്ടുകൊണ്ട് മുറിയിൽ പൂട്ടിയിട്ടിരുന്നു, അങ്ങനെയാണെങ്കിൽ കല്യാണം നടക്കുകയുള്ളൂ എന്നീ കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അക്കാര്യത്തിലാണ് വ്യക്തത വരുത്തേണ്ടതുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആത്മഹത്യാക്കുറിപ്പിന് പുറമെ ഈ സുഹൃത്തിൻ്റെ മൊഴി കൂടി വിശദമായി പരിശോധിച്ച ശേഷം അതടക്കമുള്ള നടപടികളിലേക്ക് പോകാൻ കഴിയുമെന്ന തീരുമാനത്തിലേക്ക് പോലീസ് എത്തുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ നിലവിൽ കസ്റ്റഡിയിലുള്ള റമീസിൻ്റെ മാതാപിതാക്കൾ പ്രതി ചേർക്കപ്പെടും എന്നുള്ളതാണ്. അവരുടെ കൂടി പ്രേരണയാലാണ് ആത്മഹത്യയിലേക്ക് കുട്ടി തള്ളിയിട്ടത് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് പോകുന്നത്. മാത്രമല്ല കൂടുതൽ പേര് ഈ പ്രതിപ്പട്ടിയിൽ ഉണ്ടാകും എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഈ റമീസിനെ കസ്റ്റഡിയിൽ വാങ്ങി നേരത്തെ ചുമത്തിയിരുന്ന വകുപ്പുകളിൽ പ്രധാനപ്പെട്ട ഒരു വകുപ്പായ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുക്കാനും പോലീസ് ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ റമീസിനെ കസ്റ്റഡിയിൽ വാങ്ങും. ലാൽകൃഷ്ണൻ, ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന പ്രധാനമായും ഈ ആത്മഹത്യാ പ്രേരണ, മറ്റൊന്ന് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നതടക്കമുള്ള വകുപ്പുകളൊക്കെയാണ്. കുട്ടിയുടെ കുടുംബം ചില ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉയർത്തുന്നുണ്ട്. അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ചില തെളിവുകൾ ഇതിനോടകം അന്വേഷണ സംഘത്തിന് മുമ്പിലുണ്ട്. അത് ഈ കുട്ടിയും ഇയാളും നടത്തിയ വാട്സാപ്പ് ചാറ്റുകളടക്കം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുക എന്നതിലേക്കൊക്കെ പോലീസ് എപ്പോഴേക്ക് കടക്കും, ലാൽകൃഷ്ണൻ? കസ്റ്റഡി അപേക്ഷ ഇന്ന് നൽകിയിട്ടുള്ളൂ. പ്രൊഡക്ഷൻ വാറണ്ട് അടക്കമുള്ള കാര്യങ്ങൾ ഇനി നാളെയായിരിക്കും നടക്കുക. നാളെ തന്നെ കസ്റ്റഡിയിൽ കിട്ടാനാണ് സാധ്യത. 5 ദിവസത്തെ കസ്റ്റഡിയാണ് കോതമംഗലം പോലീസ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ കോടതി എത്ര ദിവസത്തെ കസ്റ്റഡി കിട്ടും എന്നുള്ള കാര്യങ്ങളടക്കം കേസിൻ്റെ വ്യാപ്തിയും മറ്റു കാര്യങ്ങളും അനുസരിച്ചിരിക്കും. നിലവിലുള്ള തെളിവുകളെല്ലാം സാങ്കേതിക തെളിവുകളാണ്. പ്രത്യേകിച്ച് നേരത്തെ റീജിത്ത് പറഞ്ഞ പോലെ ഈ വാട്സപ്പ് ചാറ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ, ഫേസ്ബുക്കിലെ മെസ്സഞ്ചറുകൾ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട തെളിവുകളായിട്ടുള്ളത്. ഇതിന് പുറമേ ഉള്ളത് ബാക്കിയുള്ളവരെ സാധൂകരിക്കുന്ന മൊഴികളാണ്. ഈ മൊഴികളെ പൂർണ്ണമായും കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ നിഗമനം. പക്ഷേ ശാസ്ത്രീയമായ തെളിവുകൾ, അതായത് ഈ ഫോണിൽ നിന്ന് കിട്ടിയ ഡേറ്റാ വിവരങ്ങളെല്ലാം തന്നെ ഇതിന് സാധൂകരിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണമാണ് നിലവിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിയെ മർദ്ദിച്ചു എന്ന് പറയുന്നത് ഇവരുടെ വീട്ടിൽ വെച്ചിട്ടാണ്. അതായത് ഈ പറവൂർ വെടിമറയിലുള്ള വീട്ടിൽ വെച്ചാണ് മർദ്ദിച്ചതായി പറയപ്പെടുന്നത്. അക്കാര്യത്തിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇന്നത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിക്ക് മർദ്ദനമേറ്റതായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. കുട്ടിയുടെ കവിളത്തും അതോടെ മേൽചുണ്ടിലും മുറിവുകൾ പറ്റിയതായിട്ടും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഈ മർദ്ദനത്തിൻ്റെ സമയത്തുണ്ടായതാണ് എന്ന കാര്യം റമീസും സമ്മതിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങളിലാണ് തുടരന്വേഷണം നടക്കുന്നത്. അതായത് ഇവർ തമ്മിലുള്ള വിവാഹത്തിന് മുമ്പുണ്ടായിരുന്ന ബന്ധമടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുക എന്നുള്ളതാണ് കസ്റ്റഡിയിലെടുത്ത ശേഷമുള്ള തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് മുന്നോട്ട് കാണുന്ന കാര്യങ്ങൾ. ശരി, ലാൽകൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. കോതമംഗലത്ത് 23-കാരിയുടെ ആത്മഹത്യയിൽ മതപരിവർത്തന ആരോപണത്തിൽ പോലീസ് നടപടി ഉടനുണ്ടാവില്ല. വിശദമായ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കണമെങ്കിൽ കടക്കാം എന്ന നിലപാടിലാണ് പോലീസ് ഉള്ളത്. അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുമുണ്ട്.